ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ടാണ് ബാലൻസ് ഷീറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അതിൻ്റെ പെർഫോമൻസിൻ്റെ റെക്കോർഡാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഐക്കൺ പ്രസ് ചെയ്താൽ നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടും. ഈ ബാലൻസ് ഷീറ്റിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് എൻട്രി ഒന്നും നടത്തേണ്ടതില്ല. നമ്മളുടെ വരവും ചെലവും നമ്മൾ പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ 3 ഗ്രൂപ്പുകളുടെ കീഴിൽ വരുന്ന അക്കൗണ്ടുകളെയാണ്. ഇതുകൂടാതെ ഇൻകവും എക്സ്പെൻസും എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. ആ 2 ഗ്രൂപ്പുകളാണ് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടിൽ പരിഗണിക്കുക. അതിൻ്റെ നെറ്റ് റിസൾട്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അസറ്റ്സ്, ഒരു കമ്പനിയുടെ അസറ്റ്സ് പറയുന്ന ഗ്രൂപ്പ്, അസറ്റ്സിൽ ടോട്ടൽ അസറ്റ്സ് നമുക്കിവിടെ കാണാം, അതേപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസും കാണാം. ടോട്ടൽ അസറ്റ്സിൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതിൻ്റെ സബ് ഗ്രൂപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കാണിക്കുന്നു, അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്. ഈ 2 അസറ്റുകളാണ് നമുക്ക് ഇവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2 അസറ്റ് നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ നമ്മൾ ആദ്യം എന്തിലാണോ സ്റ്റാർട്ട് ചെയ്തത് ആ എമൗണ്ട് നമ്മളൊരു ലയബിലിറ്റി ആണത്. അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളതിനെ പറയുക. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കാണാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നെറ്റ് റിസൾട്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ആവുന്നത്. അപ്പോൾ 2 സൈഡും ഈക്വൽ ആവുന്നു. ടോട്ടൽ അസറ്റ്സ് എത്രയാണെന്ന് കിട്ടുന്നു, ടോട്ടൽ ലയബിലിറ്റി, രണ്ടും ഒരേ സംഖ്യ തന്നെയായിരിക്കും എപ്പോഴും. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെ തന്നെ സ്ക്രൂ ഡൗൺ ചെയ്ത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസിലേക്ക് പോകണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് വേറെ തന്നെ കിട്ടും. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു, അതിൽ നടന്ന ട്രാൻസാക്ഷൻ എത്രയാണ്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ള റിപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് ഓരോ അക്കൗണ്ടിലും നമുക്ക് സ്ക്രൂ ഡൗൺ ചെയ്ത് പോവാം, ഇവിടെ നിന്ന് പോവാം, അവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്ക്രൂ ഡൗൺ ചെയ്ത് ആ എൻട്രി ഫോമിലേക്ക് തന്നെ നമുക്ക് പോകാൻ തിരിച്ചു വരാനും പറ്റും. ഇതിൻ്റെയും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഈ ബട്ടൺ PDF ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് PDF ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റ് കിട്ടും. അത് ഒരു സൈഡിൽ അസറ്റ്സും മറ്റു സൈഡിൽ ലയബിലിറ്റിയും ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും.